യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ 12 വർഷമായി ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ രക്തസ്രാവം നിലയ്ക്കുമെന്ന് വിശ്വസിച്ചൊരു പെൺകുട്ടി, അവൾ തൊട്ടു, യേശു അവളെ തൊട്ടു, അവളുടെ രക്തസ്രാവം നിലച്ചു. എത്ര അത്ഭുതകരമായ ദൈവാനുഭവമാണെന്ന് വിചാരിച്ചേ. ദൈവം തൊട്ടുണർത്തിയ ചില ജീവിതങ്ങളുടെ കഥയാണ് ബെത്സൈദായിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതാ ഈ എപ്പിസോഡിൽ ബെത്സൈദായിൽ തൻ്റെ ജീവിത കഥ നമ്മളുമായി പങ്കുവെക്കുന്നത് ഗീതാ സത്യൻ. നമുക്ക് ഗീത ചേച്ചിയെ പരിചയപ്പെടാം. ഗീത ചേച്ചിയുടെ ദൈവാനുഭവങ്ങളുടെ വഴിയിലൂടെ ഈ എപ്പിസോഡിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഗീത ചേച്ചി, ശോഭ്ഷായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗീത ചേച്ചി ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ ഗീതാ സത്യൻ എന്ന പേരിനപ്പോൾ ഒരു കാരണം ഉണ്ടാകണം. അവിടെ നിന്ന് തുടങ്ങാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജനിച്ചത് വളർന്നത് ഒരു ഹിന്ദു കുടുംബത്തിലാണ്. ഒരു സാധാരണ പാവപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകളാണ് വീട്. എൻ്റെ വീട് തൃശ്ശൂര് വടക്കാഞ്ചേരി എന്ന് പറയും. ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ. അതെ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ് വടക്കാഞ്ചേരിയിൽ. ഞാൻ ജനിച്ചു വളർന്ന വീട് ചാവക്കാട് ജനിച്ചു. നെല്ലുവായി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ പൂർവികരും അച്ഛൻ്റെ കുടുംബങ്ങളൊക്കെ ഉള്ളത്, താമസിച്ചിരുന്നത്. അപ്പോൾ 20 വയസ്സ് വരെ ഒരു പ്രത്യേകിച്ചൊരു പ്രത്യേകതയില്ലാത്തൊരു സാധാരണ ഹൈന്ദവ കുടുംബത്തിൽ 20 വയസ്സിലാണ് ഞാൻ ഈശോനെ കണ്ടുമുട്ടാൻ എൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങിയത്. അത് പറയാലോ. എൻ്റെ തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഭർത്താവിന് വയറുവേദനയായിരുന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞു. ഞാൻ 20 വയസ്സിലാണ് ഈശോനെ അറിയുന്നത്. അപ്പം ഭർത്താവിന് മാരകമായ രോഗമായിരുന്നു. ഞങ്ങൾ ചികിത്സിക്കാനായിട്ട് വടക്കാഞ്ചേരി മുതൽ തിരുവനന്തപുരം വരെ ഡോക്ടർമാരെ പുറകെ ഓട്ടമായിരുന്നു. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ സമീപിച്ച ഒരു ഡോക്ടേഴ്സിനും ഈ പുള്ളിയുടെ രോഗത്തിന് എന്താണ് കാരണം എന്ന് പറയാനോ അല്ലെങ്കിൽ അവർ തന്ന മരുന്നുകൾക്ക് ഈ വ്യക്തിനെ സുഖപ്പെടുത്താനോ പറ്റിയില്ല. ആൾക്ക് വയറുവേദനയായിരുന്നു. വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വയറുവേദന വന്ന് എന്ത് ഭക്ഷണം കഴിച്ചാലും 10 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ ഛർദ്ദിക്കും. അങ്ങനെ ആള് ഛർദ്ദിച്ച് അവശനായി ഇങ്ങനെ വളഞ്ഞുപോയി. നിവർന്ന് ശരിക്ക് മനുഷ്യരെ പോലെ നിവർന്ന് നിൽക്കാൻ പറ്റാതെ, നമ്മളെ ബൈബിളിൽ പറയണ്ടല്ലോ, അവൻ്റെ വേദനകൾ അവൻ്റെ അസ്ഥിയെ തളർത്തിക്കളഞ്ഞു. അതുപോലെയായിരുന്നു. അപ്പം ഇങ്ങനെ കുനിഞ്ഞൊക്കെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ജോലി ചെയ്യാൻ പറ്റാണ്ടായി. ചികിത്സയ്ക്ക് കുറേ പണം വേണ്ടി വന്നു. വീട്ടിൽ വിൽക്കാവുന്നതൊക്കെയും വിറ്റു, കടവും മേടിച്ചു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വലിയൊരു തുക തലയ്ക്ക് മീതെ കടമായി എന്നല്ലാതെ ഈ വ്യക്തിയുടെ രോഗത്തിന് ഒരു കുറവ് വ്യത്യാസം ഉണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ തന്നെ പല ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ OPയുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കുറേ പേരെ പരിചയപ്പെടും. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്ന ഓരോ രീതികൾ നമ്മളും ഫോളോ ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാണ് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരുടെ ബന്ധുവിനും നല്ല കുറവ് വന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ എവിടെ നിന്നും പൈസ കിട്ടാലും ഒന്നുമില്ല. അപ്പോൾ ചെയ്തത് വീട്ടിലുള്ള പാത്രങ്ങൾ, നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അതൊക്കെ കൊടുത്ത് കാശുണ്ടാക്കി ആണ് തിരുവനന്തപുരത്ത് ചെല്ലണത്. അവിടെ ഹസ്ബൻഡ് എന്താ ജോലി ചെയ്തുകൊണ്ട്? ആൾക്ക് കോൺട്രാക്ട് വർക്കായിരുന്നു, ബിൽഡിങ്ങിൻ്റെ പണിയായിരുന്നു. നല്ല പണി ചെയ്യും. എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞ അന്നോട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കണ സമയം വരെ എൻ്റെ ഭർത്താവ് ഒരു മദ്യപിക്കുന്നതോ പുക വലിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലെ, അങ്ങനെയാണ് ഈ രോഗം വന്നതെന്ന് പറയാൻ അങ്ങനത്തെ ഒരു ആളും അല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ചെന്ന് നമ്മൾ അവിടെ 3 ദിവസം ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കണം. പുള്ളീനെ അവിടെ ശ്രീ ചിത്രയിൽ ചെന്നു. പുള്ളീനെ അവിടെ ചെക്കപ്പിനായിട്ട് കയറ്റി. അപ്പോൾ ശ്രീ ചിത്രയിലെത്തി. അവിടെ 4 ദിവസം അവർ പൂർണ്ണമായ ചെക്കപ്പിന് വിധേയനാക്കി. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ എന്നെ വിളിച്ചിട്ട് പറയണത് ഈ വ്യക്തിയുടെ രോഗം എന്താണെന്ന് അവർക്ക് മനസ്സിലാകണില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഡിസ്ചാർജ് ചെയ്യുകയാണ്, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രതീക്ഷയും ഭയങ്കര പ്രത്യാശയും വെച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലണത്. ലാസ്റ്റാണ് നമ്മുടെ കിട്ടാവുന്നതിലൊരു വലിയ സ്ഥലമാണ്. അതെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലേക്ക് വരണമെന്ന് തോന്നിയില്ല. ജീവിതം അവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതി അന്ന് അവിടെ തന്നെ നിന്നു. മരിക്കണം എന്ന് തന്നെയായിരുന്നു ചിന്ത. പക്ഷെ കാരണം നാട്ടിൽ വന്ന വേറൊരു മാർഗവുമില്ല.
പിന്നെ കടം ഒരുപാട്. അപ്പോൾ നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ നാളായി ട്രീറ്റ്മെന്റ്, കുറേ നാളുകളായിട്ട് ട്രീറ്റ്മെന്റ് ആണ്. സാമ്പത്തികം ഭയങ്കരമായി. ഒന്നുമില്ല. 6 വർഷമായിട്ട്, വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല, 6 വർഷമായിട്ട് കഞ്ഞിവെള്ളം കുടിച്ചാൽ അപ്പം ഛർദ്ദിക്കും. അതായിരുന്നു അവസ്ഥ. ഇത് ചേച്ചിക്ക് 20 വയസ്സ് ഉള്ളപ്പോ ഉള്ള സംഭവമാണ്. ഇപ്പൊ കുറെ വർഷങ്ങൾ ഇപ്പൊ പുറകോട്ട് പോകണം. അപ്പൊ അന്ന് ഈ ചികിത്സയും ഈ പറഞ്ഞ രീതിയിലെ ടെസ്റ്റുകളൊന്നും കൃത്യമായിട്ട് അതായത് 88, 89 കാലങ്ങളിലൊക്കെയുള്ള കഥയാണ് ഞാനിപ്പോ ഈ പറയുന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ നമുക്ക് അത്ര പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഒന്നും അറിയാനും വഴികളില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നപ്പം അന്ന് രാത്രിയിൽ എങ്ങനെയെങ്കിലും അവിടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയ സമയത്താണ് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത, ഒരുപാട് ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഏതെങ്കിലും ഒരു ദൈവം രക്ഷിക്കാതിരിക്കില്ല. ആ ഒരു ചിന്ത ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് തന്നെ ഭർത്താവിനെയും കൂട്ടി പോന്നു. നാട്ടിൽ വന്നിട്ട് പിന്നെ ചിന്തിക്കുന്നത് ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ചികിത്സയ്ക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മളോട് ലോകത്തിന്റെ രീതി ചെയ്യാന്നൊക്കെ ചെയ്ത് ഒന്നും ഇല്ല എന്ന് അവര് തന്നെ നമ്മളോട് പറഞ്ഞു. വൈദ്യശാസ്ത്രം നമ്മളോട് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ചിത്തിര വരെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ വന്നപ്പം പിന്നെ ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചു ഇനി പ്രാർത്ഥന, ദൈവം. ഈ അവിടം വരെ എത്തുക എന്ന് പറയുന്ന പോലെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ സിമ്പിളാണ്. ഇപ്പൊ പോലും തിരുവനന്തപുരം വരെ ഒരു രോഗിയെ കൊണ്ട് പോകുക അത്ര എളുപ്പമല്ല. 88, 89 ആ കാലഘട്ടങ്ങളിൽ വടക്കാഞ്ചേരി ആ ഭാഗത്തുള്ള ഒരാള് ശ്രീചിത്രയിൽ പോവുക, അതിന്റെ വണ്ടിക്കൂലി, ചികിത്സ, ചെന്നിട്ടുള്ള ഇതൊന്നും നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നോട് ചിന്തിക്കാനേ പാടില്ല. കാരണം അന്ന് 2.5 രൂപ, 3 രൂപ, 4 രൂപയൊക്കെയാണ് എൻ്റെ ഭർത്താവിന്റെ പണിക്കൂലി. അച്ഛൻ ചിന്തിച്ചു നോക്കണം. ഇന്ന് 1000 രൂപയാണ് ആ ഒരു പണിക്ക് നിൽക്കുന്ന ഒരാൾക്കുള്ളത്. അപ്പൊ അന്നത്തെ അവസ്ഥ അങ്ങനെ. പിന്നെ നമ്മൾ ഒരുപാട് ഭൂസ്വത്തുള്ളവരായിരുന്നില്ല വീട്ടിലെങ്കിലും ജീവിക്കാനൊരു വീട്, അങ്ങനെ കുറച്ച് സ്ഥലം, അത് കിട്ടിയതെല്ലാം വിറ്റ് പെറുക്കി ചികിത്സിച്ചെല്ലാം കടത്തിന് മീതെ കടം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. പിന്നെ ദൈവവിശ്വാസത്തിൻ്റെ നമ്മൾ പാരമ്പര്യമായിട്ട് ജനിച്ചു വളർന്ന, അതായത് നമ്മുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ച കുറേ പ്രാർത്ഥനകളുണ്ട്. അത് വിട്ടിട്ടുള്ളൊരു കളിയൊന്നും കളിച്ചിട്ടും ഉണ്ടായില്ല. ആയിരിക്കുന്ന മതത്തിലും ഒരു ആത്മീയ പരിശീലനം കുടുംബത്തിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഒരു ഹൈന്ദവയായ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, അത് ഓരോ പ്രഭാതം എങ്ങനെ തുടങ്ങണം, സന്ധ്യ എങ്ങനെ അവസാനിപ്പിക്കണം, അതൊരു പരിശീലനം. ചിട്ടയായ ഒരു നല്ലൊരു ചിട്ടയുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകളായിട്ടാണ്. കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് എൻ്റെ അച്ഛൻ നല്ലൊരു ഭക്തനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. മൂത്ത മകളാണ് ഞാൻ വീട്ടിലത്തെ, താഴെ 2 അനിയന്മാരാ. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അമ്പലങ്ങളിലായി, നമ്മുടെ പ്രാർത്ഥന രീതികളായി, അങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിട്ടും നമുക്ക് ഒരിടത്തും ഒരു രക്ഷയും ഇല്ല, നമുക്ക് ഒരു സഹായവും ഇല്ല, ഈ രോഗത്തിനൊരു കുറവും ഇല്ല. ഞങ്ങൾക്ക് ദാരിദ്ര്യവും ദുഃഖവും. അപ്പോഴത്തേനും 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ ഭക്ഷണം ഇല്ല, കിടക്കാൻ ഇടമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഒരു ചൊവ്വാഴ്ച ഭർത്താവ് ഇങ്ങനെ ഛർദ്ദിക്കും. അപ്പം അന്നും എൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, ദൈവമേ വൈകുന്നേരം ആകരുതേ. വൈകുന്നേരം ആയി കഴിഞ്ഞാലാണ് ഞങ്ങളൊരു മുറിയിലായി തീരുക. പകലെന്ന് പറഞ്ഞു മുറ്റത്തോ ഉമ്മറത്തോ കുട്ടികളെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കും. പക്ഷെ രാത്രി അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരും കിടക്കുന്ന പോലെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉരുളും, താഴെ കിടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുളും. വയറുവേദന കൊണ്ട് കിടന്ന് ഉരുണ്ട് കരയുന്ന ഒരവസ്ഥ. അപ്പം ഇത് കാണാതിരിക്കാൻ വേണ്ടി വൈകുന്നേരം ആവരുതേ എന്ന് ഞാൻ ദൈവത്തിനോട് വേദനകളെല്ലാം അപ്പൊ നമ്മുടെ മനസ്സിന്റെ പ്രശ്നം കൂടുതൽ. കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിയുമ്പോൾ ശ്രദ്ധ പിന്നെ മുഴുവനും ഇങ്ങനെ, പ്രായം 10-20 അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ഒരു ചൊവ്വാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പുലർച്ചെ 5 മണിയൊക്കെ വിളിച്ചിട്ട് എന്നോട്, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്, ഉറങ്ങാൻ നമുക്ക് പറ്റില്ല പുള്ളിയുടെ വേദനയും ഛർദിയും കണ്ടു കഴിഞ്ഞാൽ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, നീ ഇന്ന് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൻ്റെ വീട്ടിൽ പോയിക്കോ, നീ രക്ഷപ്പെടും, ഞാൻ ഈ റെയിലിൻ്റെ മുകളിൽ മരിക്കാൻ പോവുക ഇന്ന്. അതായത് ഞങ്ങളുടെ വീട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഒത്തിരി പേരുടെ മരണം ഞങ്ങൾ എല്ലാ ദിവസവും ഒരാളുടെയെങ്കിലും കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
പെട്ടെന്നൊരു ഇങ്ങനെ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഏട്ടാ മരിക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ മരിക്കാം. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ എനിക്ക് അച്ഛനില്ല, അമ്മയാണ്. എൻ്റെ താഴെ 2 കുഞ്ഞുങ്ങളെ അമ്മ വളർത്തുന്നത് ഒരു ബാറിൽ കുക്കിങ്ങിന് പോയിട്ടാണ് അമ്മ അവരെ വളർത്തണത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെ എന്നെ നേരത്തെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ സുരക്ഷിതമായി നോക്കാൻ പറ്റാത്തതും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒരു നല്ല കരങ്ങളിൽ ഞാൻ ജീവിക്കട്ടെ എന്ന് കരുതി എന്നെ ഇത്തിരി നേരത്തെ വിട്ടിട്ടുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അമ്മയ്ക്കൊരു ഭാരമാണ് ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ ചെല്ലുക എന്നുള്ളത്. അതുകൊണ്ട് വേണ്ട, മരിക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഈ കുഞ്ഞുങ്ങൾക്കും കൂടെ ഒരുമിച്ച് മരിച്ചേക്കാം. അന്ന് രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഇത് മാത്രം സംസാരിച്ചു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്കൊരു ഉറച്ച തീരുമാനത്തിലെത്താൻ പറ്റി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് വടക്കാഞ്ചേരി പ്രശസ്തമായ ഒരു അമ്പലത്തിൻ്റെ പുറകുഭാഗം ഒരു കൊക്ക പോലെയുള്ള സ്ഥലമാണ്. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാനേരത്ത് മിക്കതും ഞങ്ങൾ ആ അമ്പലത്തിൽ ഈ റെയിലിൻ്റെ മുകളിൽ കൂടെ നടവഴിയുണ്ട്, അവിടെ നടന്നാണ് ഞങ്ങൾ ആ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ പതിവ് പോലെ ഏട്ടൻ പറഞ്ഞു, നമുക്ക് സാധാരണ പോണ പോലെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ട്രെയിന് തലവെച്ച് മരിക്കാം. അപ്പോൾ നമ്മളെന്നെ ആരും കാണാനും പോണില്ല, ആരും അറിയൂല. പക്ഷെ നീ ഒരു ലെറ്റർ എഴുതി വെച്ചോ, നമുക്ക് എന്ത് പറ്റിയെന്ന് അവരറിയണ്ടേ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് പോലീസുകാർ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്, നമ്മുടെ മരണം ബോഡി കിട്ടിക്കഴിഞ്ഞാൽ വന്ന് പറയാനായിട്ട്. അപ്പോൾ വീട്ടുകാർക്ക് അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് വീട്ടുകാരറിയാൻ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് അവരറിയേണ്ടതിന് നീ ഒരു ലെറ്റർ എഴുതിക്കോ. നമ്മളവിടെ മരിച്ച നമ്മുടെ ഒന്നും കിട്ടില്ല അവർക്ക്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. തെറിച്ചു പോവും റെയിലിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞു തന്ന പോലെ ഞാനിങ്ങനെ എഴുതി, ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും മരിക്കുകയാണ്. ആരുടെയെങ്കിലും പ്രേരണയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ ഒന്നുമല്ല, ഭൂമിയിലെ ജീവിതം ഞങ്ങൾക്ക് മതിയായി, അതുകൊണ്ട് ഞങ്ങൾ മരിക്കുകയാണ്. ഞങ്ങളുടെ ബോഡി ചെറുതാതെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതെടുത്ത് പൊതുശ്മശാനത്തിൽ കുഴിച്ചിട്ടേക്ക് എഴുതി വെച്ചു. ബുധനാഴ്ച 2 മണിക്ക് ഭർത്താവ് പറഞ്ഞു തന്നത് ഞാൻ എഴുതി, എൻ്റെ ഈ കൈ കൊണ്ട് ഞാനത് എഴുതി. 2 പേരും മരിക്കുകയാണ്, അത് ആരുടെയും നിർബന്ധമൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് പൊതുശ്മശാനത്തിൽ കുഴിച്ചിട്ടേക്ക്, മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ലെറ്റർ എഴുതി. ബുധനാഴ്ച 2 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി. 6 മണിയായപ്പോൾ 6 മാസം മുൻപ് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നു. ആ ചേച്ചീനെ ഞാൻ 6 മാസം മുമ്പ് പരിചയപ്പെട്ടെങ്കിലും കുറച്ച് നാൾ ആ ചേച്ചി എല്ലാ ദിവസവും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഒരു വെറുപ്പായി എനിക്ക് അവരോട്. എപ്പോഴും ഈ ചേച്ചി എന്നെ കണ്ടാൽ അപ്പോഴൊക്കെ എന്നോട് ഒരു കാര്യം പറയും. ആ പറയണ കാര്യം എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ ഒരു 6 മാസം അവരെ ഞാൻ ദൂരെ കണ്ടാൽ ഞാൻ വഴിമാറിപ്പോവും. അങ്ങനെ ഞാൻ വേലിച്ചാടിപ്പോയൊരു സംഭവമൊക്കെ ഉണ്ട് ഇവരുടെ മുന്നിൽ വരാതിരിക്കാൻ. അവർ പറയുന്ന വാക്കുകൾ എന്താണ് പറഞ്ഞതെന്ന് പച്ചും ചിന്തിക്കുന്നുണ്ടാവും. അവർ പറഞ്ഞത് എന്നോട് അവരുടെ വീട്ടിൽ ആ ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അവരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ നാഴി പാല് മേടിക്കുക എൻ്റെ ഭർത്താവിന്. അതിൽ കുറേ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇത് മാത്രമാണ് കൊടുത്താൽ അത് ഛർദ്ദിച്ച് പോവും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോൾ ഒരു ദിവസം ഞാൻ പാലിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, മോളെ പശുക്കുട്ടി ക്രാവ് പാല് കുടിച്ചു പോയി, അതുകൊണ്ട് വൈകുന്നേരത്തെ പാലില്ല, രാവിലത്തെ പാൽ അത് നീ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് വയറിളക്കം വരും. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അതിന് വയറിളക്കം വരുമെന്ന് പറയാൻ കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ ഈ പാല് കൊടുക്കുന്നത്, ചേച്ചിക്ക് എങ്ങനെ അറിയാം? ചേച്ചിയുടെ കയ്യിലുള്ള പാല് എനിക്ക് വേണം അതെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ നീ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ പിന്നെ ആർക്കാ? ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ ചേച്ചി അറിയണത് ഹസ്ബൻഡ് രോഗിയാണെന്നുള്ളത്. അതുവരെ അവർ കരുതിയത് മൂത്ത മോൾക്ക് 2 വയസ്സും ചെറിയ കുട്ടിക്ക് കഷ്ടി ഒരു 3 മാസം പ്രായമേ ഉള്ളൂ. അപ്പം അവർക്ക് കൊടുക്കാനാണ്. അപ്പം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഈ ചേച്ചി എന്നെ കാണുമ്പോഴൊക്കെ പാല് മേടിക്കാൻ ചെല്ലുന്നത് ഞാൻ എന്നോട് പറയും, മോളെ രക്ഷപ്പെടാനൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം, നീ രക്ഷപ്പെടാൻ നോക്ക്, നിനക്ക് രക്ഷ കിട്ടും. അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് വഴിയാണ്? അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ചാലക്കുടിയിൽ പോട്ട ആശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ യേശുക്രിസ്തു എന്നൊരു ദൈവമുണ്ട്,
ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നീ രക്ഷപ്പെടും. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ തലയാട്ടിയിട്ട് ഞാൻ പോന്നു. കാരണം എനിക്കത് കേൾക്കാൻ ഇഷ്ടമില്ല. വേറൊരാളുടെ കാര്യം പറയാം. അപ്പോൾ നമ്മളുടേതായ എല്ലാ വഴികളും നമ്മൾ ചെയ്ത് പ്രാർത്ഥന നമ്മളൊരു വിധത്തിലെത്തി മടുത്ത് കെടുക്കുക. നമുക്ക് നമ്മുടെ മതത്തിലൊരു വിശ്വാസവും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന് വളരെ അടുക്കും ചിട്ടയായിട്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചെറുതിൽ വളർത്തിയത്. അങ്ങനെ തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ട് ഇനിയൊരു ക്രിസ്ത്യാനിയുടെ ദൈവമായ ക്രിസ്തുവിനെ, ഞാൻ അന്ന് ഉപയോഗിച്ചൊരു വാക്ക് ഇതായിരുന്നു, ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമായ ക്രിസ്തുവിനെ വിളിച്ച് രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചേച്ചി എന്നോട് അതേക്കുറിച്ച് പറയരുത്. ആദ്യ ദിവസം പറഞ്ഞ് ഒഴിവാക്കി. രണ്ടാമത്തെ ദിവസം ഇവരെന്നെ കാത്തിരിക്കുകയാണ് ഞാൻ ചെല്ലാൻ വേണ്ടി, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ. അല്ലാണ്ട് ക്രിസ്ത്യാനി ആവാനോ അല്ലെങ്കിൽ മതത്തിലേക്ക് വരാനോ അതിനു വേണ്ടിയൊന്നുമല്ല. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനാണ് ഇവരെന്നെ കാത്തിരിക്കണേ. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം ഇവരോട് പറഞ്ഞു, ഹിന്ദു മതത്തിൽ പേര് പറയാൻ സാധിക്കാത്ത അത്രമാത്രം ദൈവങ്ങളുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെയൊക്കെ വിശ്വസിച്ച് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. അവരൊന്നും രക്ഷിക്കാത്തിടത്ത് ഇനിയൊരു ക്രിസ്തു എന്നെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറ്റില്ല. പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറി. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ലെറ്റർ എഴുതി എന്ന് പറഞ്ഞ അന്ന് ഈ സഹോദരി ഇതൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്. സഹോദരി സന്ധ്യ നേരത്തെ എന്നെ അന്വേഷിച്ച്, ഞാൻ പാലിന് ചെല്ലാതെ വന്നപ്പോൾ എന്നെ അന്വേഷിച്ചു. അപ്പോൾ പാലിൻ്റെ പൈസ തന്നെ അവർക്കൊരു 4-5 മാസത്തെ കൊടുക്കാനുണ്ട്. പക്ഷെ ഇവർക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവരെന്നോട് പാലിൻ്റെ പൈസ ചോദിക്കാതെ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരു വീട്ടിൽ നിന്ന് എന്തുമാത്രം നമ്മളിങ്ങനെ കടം മേടിക്കും. അതുകൊണ്ട് പിന്നെ അത് മേടിച്ചു കൊണ്ട് കൊടുത്താലും ഛർദ്ദിച്ചു പോവുകയാണ്. പിന്നെ അത് മേടിച്ചു കൊണ്ടിട്ട് വെറുതെ കടമാക്കുക എന്നല്ലാണ്ട് അതുകൊണ്ടൊരു ഉപകാരം നമുക്കില്ല. അപ്പോൾ ഇനി വേണ്ടാന്ന് വെച്ച് ഞാൻ പാല് മേടിക്കാൻ ചെല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സന്ധ്യ നേരത്തെ ഈ ചേച്ചി ലെറ്റർ എഴുതി അന്ന് നേരത്ത് ചേച്ചി ഇങ്ങനെ ഇത്രയും അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നീങ്ങിപ്പോയേനെ. പക്ഷെ പറ്റിയില്ല. അപ്പം ഈ ചേച്ചി അടുത്ത് വന്നിട്ട് എന്നെ ഗീത എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ദൈവമേ ചതിച്ചു, ഇനി ഇവർ പറയണത് മുഴുവൻ ഞാൻ കേൾക്കണം. ഒന്നുമല്ല ചേച്ചി പറയണേ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ഈശോ നിന്നെ രക്ഷിക്കും, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇതാ ഈ 3 വാക്കാണ് എന്നെ കണ്ട ഇവർ പറയുക. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നിന്നെ കാണാല്ലേ, നിന്നെ കാണാൻ വന്നതാ. അതെ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി, എനിക്ക് സമയം കിട്ടാതെ. ചേച്ചി എന്നോട് പറഞ്ഞു, നാളെ വ്യാഴാഴ്ചയാണ്, നാളെ ഈ ഞാൻ പറഞ്ഞ പോട്ട ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി പേര് വരുന്ന ദിവസമാണ്. നാളെ അവിടെ വരുന്ന എല്ലാ രോഗികളെയും ജീവിക്കുന്ന ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരണം. വീണ്ടും ചേച്ചി ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ആ ചേച്ചിയോട് എൻ്റെ അപ്പോഴുള്ള മാനസികാവസ്ഥ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവരെന്നെ സഹായിക്കുന്നു കരുതിയിട്ടൊന്നുമല്ല. ഞാൻ അപ്പം അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആകപ്പാടെ ശ്രീചിത്രയെന്ന് വിടുമ്പോൾ വേദനയുടെ കുറച്ച് മരുന്നുകളാണ് അവർ എഴുതി തന്നത്. അത് കൊടുക്കാനില്ലാതെയായിട്ട് 5 ദിവസമായിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ഒരു നേരത്തെ വേദനയുടെ മരുന്ന് കൊടുക്കാനില്ലാണ്ടായിട്ട് 5 ദിവസമായിട്ടുണ്ട്. 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടായി ഞാനും എൻ്റെ കുട്ടികളും ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് ചേച്ചിയുടെ കൂടെ ചാലക്കുടി വരെ വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 10 പൈസയില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു കൂട് ബിസ്ക്കറ്റ് എൻ്റെ മക്കൾക്ക് കൊടുക്കും, ഒരു നേരം എൻ്റെ ഭർത്താവിന് മരുന്ന് മേടിക്കും. അതുകൊണ്ട് ചേച്ചി എന്നെ വിട്ടേക്ക്, എന്നോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ഈ ചേച്ചി എന്നെ അങ്ങോട്ട് വട്ടം പിടിച്ചങ്ങ് കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഈ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ നീ ഇത്രയ്ക്കധികം ദുരിതത്തിലൂടെയാണ്, ദുഃഖത്തിലൂടെയാണ് പോണെന്ന് അറിയാതെയാണല്ലോ ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് പറയാണ്, ഇന്നു മുതൽ നിൻ്റെ ഭർത്താവ് എന്ന് ജോലിക്ക് പോകണം അതുവരെ നിൻ്റെ ഭർത്താവിന് കഴിക്കാനുള്ള മരുന്ന് ഞാൻ മേടിച്ചു തരാം. നിനക്കും കുഞ്ഞുങ്ങൾക്കും നിരന്തരം വെക്കാനുള്ള അരി ഞാൻ കൊണ്ടുതരാം. എന്നാലും നീ എൻ്റെ കൂടെ വരണം. കാരണം യേശുക്രിസ്തു നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആളോട് എന്ത് പറയും?
അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല ചേച്ചി. ചേച്ചി കണ്ട ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന പൂജാവസ്തുക്കളും ഒരു അമ്പലത്തിൻ്റെ പ്രതീതി നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭർത്താവ് വിടുന്നു ചേച്ചി ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അകത്ത് കിടന്ന് ഇങ്ങനെ വേദന കൊണ്ട് കിടന്ന് വേദനിച്ച് ചുരുണ്ടുകൂടി കിടക്കുക. ആളുടെ അടുത്ത് ഈ വ്യക്തി വന്നിരുന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തു നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ വേദനയുടെ ഇടയിൽ ഇവരുടെ സംസാരം ഭർത്താവിന് ശല്യമാണ്. അപ്പം ഭർത്താവ് പറഞ്ഞു, ചേച്ചി നിങ്ങളെ ഇടയ്ക്കെങ്കിലും അവളെ വിളിച്ചോണ്ട് പോയിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ എന്നെ എങ്ങോട്ടും വിളിക്കണ്ട, എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. അപ്പോഴത്തേന് സന്ധ്യയായി. അപ്പം ഈ ചേച്ചി പറഞ്ഞു, മോളെ അവൻ നിന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് ഞാൻ ഇവിടെ എത്തും, നീ റെഡി ആയിരുന്നോ എന്നും പറഞ്ഞ് ചേച്ചി പോയി. ഞാൻ ഓടിക്കയറി ചെന്ന ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ എന്ത് പണിയാ പറഞ്ഞേ? നമ്മൾ നാളെ മരിക്കാതിരിക്കണത് കണ്ട, ലെറ്റർ എഴുതി വെച്ച ലെറ്റർ കാട്ടി കൊടുത്തിരുന്നു കണ്ട, നാളെ നമ്മൾ മരിക്കുകയാണ്, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഇല്ല, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇനി മറ്റൊരു വഴിയിലേക്ക് നമുക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടാ, നമുക്ക് നാളെ മരിച്ചേക്കാം ഏട്ടാ, എവിടെയും പോകണ്ട നമുക്ക്. അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞു, ഇക്കാലം അത്രയും നമുക്ക് ജീവിച്ചിട്ട് ഒരാളോടും നമ്മുടെ ജീവിതത്തിൽ വാക്ക് പാലിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയോടെങ്കിലും മോളെ നമുക്ക് വാക്ക് പാലിച്ച് മരിക്കാം, അതുകൊണ്ട് നീ രാവിലെ അവരുടെ കൂടെ പോയിക്കോ, 5 മണിയാകുമ്പത്തേന് നിന്നെ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് 5 മണിക്കല്ലേ മരിക്കാൻ പോകേണ്ട സമയം, നമുക്ക് വന്നിട്ട് മരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ കൃത്യം 7 മണിയായപ്പം ചേച്ചി വന്നു. ഞാൻ ചേച്ചിയുടെ കൂടെ യാത്രയായി. പോട്ടാശ്രമത്തിൽ ഞാൻ ചുരുക്കി പറയാം, പോട്ടാശ്രമത്തിൻ്റെ മുറ്റത്ത് ഞാൻ വന്നു നിന്നപ്പോൾ, അതിൻ്റെ ഗേറ്റിൽ വന്നു നിന്നപ്പോൾ ഒരു കൊച്ചു ദേവാലയം ചുറ്റുപാടും ടാർപ്പ വിരിച്ച് കെട്ടിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ആശ്രമത്തിൻ്റെ അന്തരീക്ഷമോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആശ്രമത്തിൻ്റെ ഒന്നുമല്ല അന്ന് 88-89 കാലങ്ങളിൽ. ആ വരാന്ത, ഇന്ന് നിൽക്കുന്ന ആ റൗണ്ടിൽ മേഞ്ഞ വരാന്ത, അവിടെ 2 സ്റ്റെപ്പും മുറ്റമായിരുന്നു. അവിടെ ഒരു ടാർപ്പായ, പണ്ടത്തെ കാക്കി ടാർപ്പായ, അത് ഒരെണ്ണം താഴെ വിരിച്ചിട്ടിട്ടുണ്ട്, ഒരെണ്ണം വലിച്ചു കെട്ടിയിട്ടുണ്ട്, ഒരു കൊച്ചു ദേവാലയം. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടബഹളം കേൾക്കുന്നു. അപ്പം ഞാൻ വേഗം നടന്നു. അപ്പം ഈ ചേച്ചി മുന്നേ നടക്കുന്നുണ്ട്, ഞാൻ പുറകെ ഉണ്ട്, പിന്നെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് ഓരോന്നൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ വന്ന് അതിൻ്റെ ആ പ്രധാന വാതിലിൻ്റെ അവിടെ നിന്നു. അവിടെ നിന്ന് അത് പള്ളിയകത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കാണിക്കുന്നത് കണ്ടപ്പോൾ, അച്ഛനെന്നോടൊന്നും തോന്നരുത്, കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നോണ്ട് മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കാറി കൂകണത്? എല്ലാവർക്കും ഒരുപോലെ എന്തേ മാനസിക രോഗം, ഇതുപോലത്തെ മാനസിക രോഗം എല്ലാവരും ഒരുപോലെ ഇങ്ങനെ കാറി കൂവണ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മാനസിക രോഗം എങ്ങനെയാണ് ഉണ്ടായേ? ഈ ചേച്ചി എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവർക്ക് ഇതിനു മുമ്പ് ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല, അറിയാൻ പാടില്ല ഒന്നും. പിന്നെ തീർച്ചയായിട്ടും സ്തുതിക്കണ കാണുമ്പോൾ എന്തോ മാനസികരോഗം തന്നെയാ. ഓക്കെ. വടക്കാഞ്ചേരി പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്താണ് വീട്. പക്ഷെ അവിടെ നിന്ന് മണിയടിക്കും, രാവിലെ പാട്ട് കേൾക്കും, കുർബാന ചൊല്ലുന്ന ശബ്ദം കേൾക്കും. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടില്ല. പ്ലസ് നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് പോലും ഞാൻ പോയിട്ടില്ല. അപ്പം ഞാനിതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ചേച്ചി എന്തിനാ എന്നെ കൊണ്ടുവന്നേ? അങ്ങനെ ഞാൻ ഈ ചിന്തിച്ച ആ ഒരു സമയം, എല്ലാവർക്കും എന്തുകൊണ്ടൊരുപോലെ മാനസിക രോഗം പറ്റി, എൻ്റെ ദൈവമേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച ആ ഒരു സെക്കൻഡിൽ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്പം ദൈർഘ്യമുള്ള ഒരു സാക്ഷ്യത്തിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ബെത്സൈദയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.